പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമുണ്ട്, ഒരുപാട് അവാർഡുകൾ നേടിയെടുത്തൊരു സിനിമ കൂടിയാണിത്. അപ്പോൾ എന്ത് തോന്നുന്നു ഈ ഒരു അവസരത്തിൽ? മനുഷ്യരാണോ ശരിക്കും മൃഗങ്ങളാണോ പ്രശ്നക്കാരെന്നുള്ളത് ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ ഓരോ ക്യാരക്ടേഴ്സും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സാധാരണ സിനിമ കാണുമ്പോൾ നമുക്കറിയാം ഇവന് ഇന്ത്യനാണോ പോസിറ്റീവായിട്ടുള്ള ക്യാരക്ടറാണ്, പക്ഷെ അതൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നല്ലൊരു ക്യാരക്ടർ കിട്ടി ചെയ്യാൻ പറ്റില്ലായിരിക്കും. ഇതെല്ലാവരും വളരെ രസകരമായിട്ടുള്ള ഓരോ ക്യാരക്ടർ ഇഷ്ടപ്പെടുന്ന കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. ശരിക്കും പടം ഫാമിലി ഫ്രണ്ട്സായിട്ടൊക്കെ വരിക. നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ഇഷ്യൂസാണ്. പിന്നെ നന്നായിട്ടുള്ള മനുഷ്യൻ മാത്രമല്ല ആരെയൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും വരിക, കാണുക, എല്ലാവരും കണ്ടുപിടിക്കും. രമ്യയുടെ ഒരുപാട് ചിത്രങ്ങൾ ഇത് വന്നിട്ടുണ്ട്, പക്ഷേ ഇതിൽ വ്യത്യസ്തമായിട്ടൊരു ചിത്രമാണല്ലോ ഇത്. കാടിനെയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ട് അവിടെ ജീവിക്കുന്ന ആളുകളെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എന്ത് തോന്നുന്നു, ഇതിലേക്ക് നമുക്ക് ഇറങ്ങി ചെല്ലാനായിട്ട് സാധിച്ചോ? എന്താണ് ഒരു അഭിനേതാവ് എന്നുള്ള നിലയിൽ തോന്നിയിട്ടുണ്ട്? ശരിക്കും ഈ ഒരു ക്യാരക്ടർ സ്റ്റോറി സാർ ആദ്യം പറഞ്ഞു തരുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ചെയ്യാൻ പറ്റുമോ എന്നൊരു ടെൻഷനുണ്ട്. പക്ഷേ ഭയങ്കര കൂളായിട്ട് ചെയ്യാൻ പറ്റി. കാരണം നിഷാദ് സാർ വളരെ സപ്പോർട്ടായിരുന്നു. എൻ്റെ ഒരു സിനിമ കണ്ടവർക്കറിയാം, ആ കുറച്ച് സീനൊക്കെ അത്രയും എഫേർട്ട് എടുത്താണ് ചെയ്തേക്കുന്നത്. സന്തോഷം ക്യാരക്ടേഴ്സൊക്കെ ചെയ്യാൻ ഒരു പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും എല്ലാവരും കാണാൻ വന്നതിന് ഒത്തിരി നന്ദി പറയുന്നു. എന്താ പറയാനുള്ള സിനിമ ഇപ്പം റിലീസായതാണല്ലോ, ഒരുപാട് സന്തോഷം. ആദ്യത്തെ ഷൂട്ടിൻ്റെ എല്ലാം നമ്മുടെ ക്രൂവായിട്ടും നമ്മുടെ ഓഡിയൻസുമായിട്ട് കാണാൻ സാധിക്കും. പിന്നെ ഇപ്പോൾ ഒരുപാട് നമ്മൾ ന്യൂസിൽ കാണുന്ന കുറേ സംഭവങ്ങളാണ് മൂവിയിൽ മെൻഷൻ ചെയ്യുന്നത്. ഇപ്പം മനുഷ്യരാണോ മൃഗങ്ങളാണോ യഥാർത്ഥ പ്രശ്നക്കാരും സിനിമയിൽ കാണിക്കുന്ന കുറേ ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്. സോ എല്ലാവരും വരിക. ഒരുപാടധികം ഇഷ്ടപ്പെട്ടു. ഒരുപാട് ആർട്ടിസ്റ്റിന് വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡിഷാറിൻ്റെയാണ് സാറും ആക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും വരിക. അടിച്ചേട്ടനുണ്ട്, ജയിച്ചിട്ടുണ്ട്, ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട്. ഫെസ്റ്റിവലിലൊക്കെ നമുക്ക് അവാർഡ് കിട്ടിയതാണ് ഓൾറെഡി. എല്ലാവരും ഫ്രണ്ട്സും ഫാമിലിയായിട്ട് കാണാൻ എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾ കണ്ട കണ്ടിട്ടൊക്കെ ചോദിക്കണ്ട, കണ്ടിട്ട് ചോദിച്ചാൽ കമ്പനി താങ്ക് യു. അല്ല പടം നല്ല അവിടെ ഞാൻ കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മളോട് അഭിനയിച്ച പടമാണ്. പിന്നെ പല വിഷമങ്ങളും ഓരോരുത്തരുടെ അനുഭവങ്ങളും ഓരോ കാട്ടിനടുത്ത് ജീവിക്കുന്നവരുടെ അനുഭവങ്ങളൊക്കെ ഉണ്ട്. എന്താ നിങ്ങൾ ചോദിക്കാതെ ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്? എല്ലാവരും കാണുക, അങ്ങനെ കാണണം മാത്രമേ എല്ലാവരും ഓക്കെ. സ്വാഭാവികമായിട്ട് സിനിമ എന്ന വലിയ മാധ്യമത്തിലൂടെ അത് ആ വിഷയം ഒന്നുകൂടി അഡ്രസ് ചെയ്യുകയും ഒരു അറ്റൻഷൻ കിട്ടുകയും ചെയ്തു. താങ്കൾ വയനാട്ടുകാരനാണ്, താങ്കൾക്ക് വയനാട്ടിലെ ഒരു ഫീല് കിട്ടിയെന്ന് പറയുമ്പോൾ ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ ഞാൻ വളരെ സന്തോഷമാണ്. പിന്നെ അഭിനയം ഗംഭീരമായിട്ടുണ്ട്. അത് ഈ ക്യാരക്ടർ ഫ്രഷ്നെസ് കിട്ടട്ടെ എന്ന് ഓർത്തിട്ടാണ് നമ്മൾ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ആക്ടറെ കിട്ടിക്കഴിഞ്ഞാൽ അത് മുൻവിധിയോടുകൂടി പ്രേക്ഷകർ കാണും. അപ്പോൾ ഞാൻ ഈ ട്യൂമനും മറ്റു പടങ്ങളൊക്കെ ചെയ്തതുകൊണ്ട് അങ്ങനെ ഒരു കഥാപാത്രം ഇങ്ങനെ ഞാൻ ചെയ്യുന്നത് ആൾക്ക് പ്രതീക്ഷയില്ല. അതുകൊണ്ട് ഞാൻ ഒരു പാട്ടാണെങ്കിലും നിഷാദൊക്കെ പാടിയിട്ടുണ്ട് തോന്നുന്നു. എൻ്റെ പോർഷൻ ഞാനാണ് നസീർ ബന്നലയും സുധീറും ആണ്. ബാക്കി സുധീർ കുമാറും നസീർ ബന്നലാണ് ബാക്കി വോയിസ് കൊടുക്കുന്നത്. എൻ്റെ പോർഷൻ ഞാനാണ്. എന്തായാലും ഒരു വൻ വിജയമാവട്ടെ, എല്ലാവരും സപ്പോർട്ടും ഉണ്ടാവും. നിഷാദിൻ്റെ ഒരു ഗംഭീരമായ ക്യാരക്ടർ കണ്ടു. എങ്ങനെയാണ് എത്തിയത്? ഞാൻ ഇതിനു മുമ്പ് മനോരമ മാക്സിന് വേണ്ടിയിട്ട് ഉള്ളം എന്നൊരു വെബ് സീരീസിൽ ഹീറോയിനായിട്ട് അതിലാണ് അഭിനയിച്ചത്. 2020. ആ സമയത്ത് എൻ്റെ എനിക്ക് തോന്നുന്നു കളർ ലാബിൽ എൻ്റെ ഒരു പെർഫോമൻസ് കണ്ടിട്ടുണ്ട്. ആൻഡ് അങ്ങനെയാണ് ഞങ്ങൾ പരിചയമാവുന്നത്, ഞങ്ങൾ സംസാരിച്ചു തുടങ്ങി. ഈ ഒരു സിനിമ പ്ലാൻ ചെയ്തപ്പോൾ ഒരു ദിവസം എനിക്ക് കോൾ വന്നു, ഇങ്ങനൊരു
ക്യാരക്ടർ IPS ഓഫീസർ ഇത് ചെയ്താൽ നന്നായിരിക്കും ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞപ്പോൾ ഇതൊരു ഗ്രേ ക്യാരക്ടറാണല്ലോ. അതായത് എന്താ പറയുക, ചില ആൾക്കാർക്ക് ഞാനൊരു വില്ലനാണ്, ചില ആൾക്കാർക്ക് ഐ എം ടു ദി സിസ്റ്റം, ഐ എം സംബഡി ഫോളോസ് ദി സിസ്റ്റം. അപ്പോൾ ഒരു ഗ്രേ ക്യാരക്ടറാണ്. ഐ വാസ് സോ എക്സൈറ്റഡ്. ശരിക്കും ഇത് നാട്ടിൽ ഇപ്പോൾ ഒക്കെ ഇതുപോലെ നടക്കുന്നുണ്ട്, ആന വരുന്നു, ഇതൊക്കെ ഒറിജിനലായിട്ട് നടക്കുന്നതാണ്. ഇതിലൊക്കെ AI ആണോ അല്ലെങ്കിൽ ഒറിജിനലായിട്ടാണോ? ആന ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. ആന കൊണ്ടുവന്ന അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആന പറഞ്ഞ കേൾക്കുന്ന ആനയായിരുന്നു. അങ്ങോട്ട് തിരിയാൻ പറഞ്ഞാൽ അങ്ങോട്ട് തിരിയും, തുമ്പി പൊക്കാൻ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞ കേൾക്കുന്ന ഒരു ആന, അത് നാട്ടാനയാണ്. ബട്ട് ബാക്കി കുറച്ചൊക്കെ പുലിയൊക്കെ കാണുന്നത് ഡെഫിനറ്റ്ലി AI. അതൊക്കെ പ്രേക്ഷകരുടെ അടുത്ത് എന്താ പറയാനുള്ളത് ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട്? പ്രേക്ഷകരെ ഇത് തിയേറ്ററിൽ പോയി കാണണം, നിങ്ങൾ ചിന്തിപ്പിക്കും. ആൻഡ് ചെറിയൊരു ഞങ്ങൾ എല്ലാവരും കൂടി നടത്തുന്ന ചെറിയൊരു പ്രോജക്റ്റാണ്, ബട്ട് വിത്ത് എ ബിഗ് മെസ്സേജ്. നിങ്ങളുടെ അനുഗ്രഹം, നിങ്ങളുടെ സപ്പോർട്ട് ഡെഫിനറ്റ്ലി വേണം. ആൻഡ് ഫോർ മീ ആസ് ഫസ്റ്റ് ടൈം ദ ഫീച്ചർ ഫിലിം, ഐ റിയലി ലുക്ക് ഫോർ യുവർ ഫീഡ്ബാക്ക് ഓൾസോ. താങ്ക് യു സോ മച്ച്. ഒരുപാട് അവാർഡുകൾ നേടിയ ഒരു ചിത്രം കൂടിയാണ് ഈ പടം. ഇപ്പൊ ഇന്നത് റിലീസാകുകയും ചെയ്തു തിയേറ്ററിൽ, അതിന്റെ ഒരു ഭാഗമാക്കാനും സാധിച്ചിട്ടുണ്ട്. എന്ന് തോന്നുന്നു ഈ ഒരു അവസരത്തിൽ? വളരെ വളരെ പ്രൗഡാണ്. എസ്പെഷ്യലി നിഷാദിക്കയുടെ ഒരു ഉഗ്രൻ ക്യാരക്ടർ നിങ്ങൾ സിനിമ കാണണം, അത് മിസ് ചെയ്യാൻ പാടില്ല. നിഷാദിക്കയുടെ ഒരു ഉഗ്രൻ ക്യാരക്ടറാണ്. എന്താ പറയുക, ഷൂട്ടറായിട്ടാണ് ഇതിൽ. ആൻഡ് ഷീ ഗോട്ട് മെനി അവാർഡ്സ് ഫോർ ഇറ്റ്. ഇതിന് എഡിറ്റിങ്ങിനും അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. And I'm so proud that I could be a part of this movie. And more than that, 22 cast, I mean, actors in it. Most of them are very seasoned actors. TG Raviyattante കൂടെയൊക്കെ എനിക്ക് സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റിയത്, ഐ തിങ്ക് ഐ എം സോ ലക്കി. ഇതൊരു ഭയങ്കര ലേണിംഗ് കർവാണ്. ഓരോരോ ഫ്രെയിമും ഓരോ ലേണിംഗ് കർവായിരുന്നു. ആൻഡ് ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ. ഒരു കാടിനെ, അതിൻ്റെ മൃഗങ്ങളെ ഒക്കെ പ്രതിപാദിപ്പിക്കുന്ന ഒരു ചിത്രം കൂടിയാണല്ലോ ഇത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് അവിടെ പോകാനും വരാനും ഒക്കെ സാധിച്ചു, എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടൊക്കെ സാധിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. കുട്ടിക്കാനം നമുക്ക് എല്ലാവർക്കും അറിയാം, സച്ച് ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ. അവിടെ പോയപ്പോൾ തന്നെ അവിടെയാണ് 10 ദിവസമായിരുന്നു എൻ്റെ സ്കെഡ്യൂൾ ഉണ്ടായിരുന്നത്. അവിടെ പോയപ്പോൾ തന്നെ നല്ല ക്ലൈമറ്റാണ്, നല്ല വെതറായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് കോട ഇറങ്ങി വരും, ഞങ്ങൾ ഷൂട്ട് നിർത്തി വയ്ക്കും, വെയിറ്റ് ചെയ്യും കോട പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ കാടിൻ്റെ ഭംഗി അതിൽ ആദ്യത്തെ ദിവസങ്ങളിൽ ആ ഒരു നാട്ടുമൃഗന്നെയായിരുന്നു. ടോwards the end ആ മറ്റേ ആക്ടേഴ്സിനെ വെടിവെച്ചിരുന്ന ആ ഒരു സംഭവത്തിലൊക്കെ കാട്ടിൻ്റെ ഉള്ളിലായിരുന്നു അത്. ഓക്കെ, ആൻഡ് ഞങ്ങൾക്ക് കുറേ അട്ടകടിയൊക്കെ കിട്ടിയിരുന്നെങ്കിലും റിയലി എൻജോയിങ് കാടിൻ്റെ പ്രദേശങ്ങളും. കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു, ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് നൈസ്. ഒരു പോലീസ് ഓഫീസറുടെ വേഷം കിട്ടുകയാണ്, അത് പ്രത്യേകിച്ചും ഒരു SP റാങ്കിലുള്ള ഒരാളുടെ. അപ്പോൾ ആ ഒരു വേഷം കയ്യിലേക്ക് കിട്ടുമ്പോൾ എനിക്ക് ചെയ്യാൻ സാധിക്കും എന്ന് തോന്നിയോ, അതോ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നോ? എനിക്ക് ഡെഫിനറ്റ്ലി പേടിയുണ്ടായിരുന്നു. ഐ വാസ് വെരി നെർവസ്. ഞാൻ സെറ്റിൽ പോയത് ഒരു ക്ലീൻ സ്ലേറ്റ് ആയിട്ടാണ്. എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. ബട്ട് ഇക്ക വാസ് വെരി പേഷ്യൻറ്റ്. നിഷാദ് ആർട്ടിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്യുന്നത് തന്നെ അങ്ങനെയാണ്, വളരെ പേഷ്യൻ്റാണ്. ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇതാണ് ഐ എം എക്സ്പെക്ടിങ് ഫ്രം യു, ഇങ്ങനെ ചെയ്യണം. അപ്പം ആർട്ടിസ്റ്റുകൾക്ക് ഒട്ടും എന്താ പറയുക, ഒരു സ്ട്രെസ്സ് തരില്ല. ആൻഡ് വെരി ജോവിയൽ സെറ്റാണ്. നമുക്ക് എന്ത് വേണമെങ്കിലും പോയി യു കെൻ ഡിസ്കസ് ഇറ്റ് വിത്ത് യു. സോ അങ്ങനത്തെ ഒരു പ്രശ്നവും എനിക്ക് ഉണ്ടായില്ല. ഇക്ക വാസ് ദെയർ ടു സപ്പോർട്ട് മീ ആൻഡ് ഗൈഡ് മീ. ഇനി അടുത്ത ഏതെങ്കിലും പ്രൊജക്ട് വരുന്നുണ്ടോ സിനിമ? ചിലത് ഡിസ്കഷനിലാണ്, ഒന്നും പറയാറായിട്ടില്ല. ഇതിന് മുമ്പ് ഏതെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ വെബ് സീരീസ് ചെയ്തിട്ടുണ്ട് മലയാളം മനോരമയിൽ, മനോരമ മാക്സിൽ. കുറേ ആഡ്സ് ചെയ്യാറുണ്ട് തമിഴിൽ, ഒരു 15 ആഡ്സ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഫീച്ചർ ഫിലിം ഇതാണ്.